സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തലസ്ഥാന നഗരിയിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. 4-ാം തീയതി ആരംഭിക്കുന്ന കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ഇന്ന് കാസർഗോഡ് നിന്ന് പുറപ്പെടും. ബുധനാഴ്ച തിരുവനന്തപുരത്ത് എത്തും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി അവലോകന യോഗങ്ങൾ പുരോഗമിക്കുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 15,000-ഓളം കലാപ്രതിഭകൾ, 249 ഇനങ്ങൾ, 25-ലേറെ വേദികൾ. തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ. മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 7,000 ചതുരശ്ര അടിയിൽ കൂറ്റൻ പന്തലാണ് ഒരുങ്ങുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അലുമിനിയം ജർമ്മൻ ഹാങ്ങർ ടെന്റ് പന്തലാണ് ഇത്തവണ ഉയരുന്നത്. അലുമിനിയം ചട്ടക്കൂടിൽ PVC കോട്ടിംഗ് ഉള്ള ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കൂര തീർക്കുന്നതാണ് ഈ പന്തൽ. 12,000 കസേരകൾ വരെ ഒരേ സമയം നിരത്താൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണങ്ങളെന്നും സംഘാടകർ അറിയിച്ചു. ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായി KSRTC ബസ് സ്റ്റാൻഡിൽ പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. വാഹനങ്ങളുടെ പ്രവേശനം പാസ് വഴി നിയന്ത്രിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മൈതാനത്തിനകത്ത് വാഹനങ്ങൾ കയറുന്നത് പാസിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ടായിരിക്കും കയറ്റിവിടുന്നത്. 2025 ജനുവരി മാസം 1-ാം തീയതി 4 മണിക്ക് ഇതിന്റെ ഈ ഹാളിന്റെ പണി പൂർത്തീകരിച്ച് പ്രധാന വേദിയുടെ പണി പൂർത്തീകരിച്ച് സംഘാടക സമിതിയെ ഏൽപ്പിക്കുമെന്നാണ് ഇതിന്റെ കരാറുകാരൻ പറഞ്ഞിരിക്കുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കോർപ്പറേഷൻ സഹായത്തോടെ കൂടുതലായി കണ്ടെത്തും. വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യങ്ങളടക്കം ഉറപ്പുവരുത്തിയതായും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. പബ്ലിസിറ്റിക്ക് കോടതി ഉത്തരവ് കാരണം നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. കലോത്സവ കിരീട ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിലും നഗര അതിർത്തിയിലും 1-ാം തീയതി സ്വീകരണമൊരുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. അങ്ങനെ തലസ്ഥാന നഗരി ഒരിക്കൽ കൂടി ആതിഥേയരാവുകയാണ്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, നമ്മൾ ആതിഥേയരാകുമ്പോൾ, തിരുവനന്തപുരം ആതിഥേയരാകുമ്പോൾ ഏത് രീതിയിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? ഡാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അശ്വതി, ഞാനിപ്പോൾ ഉള്ളത് ഈ കലോത്സവത്തിന്റെ മുഖ്യവേദിയായ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഇതാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച അലൂമിനിയം ജർമ്മൻ ഹാങ്ങർ ടെന്റ് പന്തൽ. അതായത് മുൻപൊന്നും ഇങ്ങനെയൊരു പന്തൽ ഇവിടെ ഉയർന്നിട്ടില്ല. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ഏതാണ്ട് 10,000-ഓളം ആളുകൾക്ക് ഇതിനകത്തിരുന്നു കൊണ്ട് വീക്ഷിക്കാൻ തരത്തുന്ന, അതായത് ഈ മുഖ്യവേദിയിൽ നടക്കുന്ന പരിപാടികൾ വീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. അതോടൊപ്പം ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടായാൽ, അതായത് മഴ പെയ്യുകയോ അങ്ങനെ ശക്തമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇത് ഒരു ക്ലോസ്ഡ് ഓഡിറ്റോറിയത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് മാറും. അതായത് ഈ കാണുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പൂർണ്ണമായി ക്ലോസ് ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് ഈ പരിപാടികൾ നടക്കും. അങ്ങനെ ഏത് തരത്തിലുള്ള കാലാവസ്ഥയിലും സുഗമമായി അകത്തെ പരിപാടികൾ നടക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പന്തൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 7,000 ചതുരശ്ര അടിയിലാണ് ഇതിന്റെ നിർമ്മാണം. അവസാനവട്ട ഒരുക്കങ്ങൾ അത് ഇതിനുള്ളിൽ പുരോഗമിക്കുന്നു. ഏറ്റവും പിന്നിലായി, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് പിന്നിലായി സ്റ്റേജിന്റെ നിർമ്മാണമാണ് പ്രധാനമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായ തരത്തിൽ 25ഓളം വേദികളാണ് വിവിധ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം 15,000-ഓളം ആളുകൾ, കലാപ്രതിഭകൾ, അതോടൊപ്പം അവർക്കൊപ്പം എത്തുന്ന അധ്യാപകർ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ വലിയൊരു ക്രൗഡിനെ വരുന്ന 3-ാം തീയതി മുതൽ തലസ്ഥാന നഗരിയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് സംഘാടകർ. അവർക്ക് താമസ സൗകര്യം, ഭക്ഷണ സൗകര്യം ഇതടക്കമുള്ള ക്രമീകരണങ്ങളൊക്കെ സജ്ജമാകുന്നുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ പാചകപ്പുര ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട ഈ ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറി അടക്കം എല്ലാ ജില്ലകളിൽ നിന്നും സ്വീകരിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം എന്റെ ഉദ്ഘാടനം നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് നിർവഹിക്കുകയും ചെയ്തത്. അതോടൊപ്പമാണ് കാസർഗോഡ് നിന്ന് സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. അതിന് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ബുധനാഴ്ച തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. നഗര അതിർത്തിയിലും അതോടൊപ്പം തന്നെ ജില്ലാ അതിർത്തിയിലും സ്വീകരണങ്ങൾ നൽകിയ ശേഷമായിരിക്കും സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ഇവിടേക്ക് എത്തുക. ഔദ്യോഗികമായ ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാകില്ല. എന്നാൽ സ്വീകരണം ഒരുക്കുന്നുണ്ട്. കാരണം ആതിഥ്യം അരുളുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ സ്വീകരണം ഒരുക്കേണ്ടതൊരു അനിവാര്യത കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ സജ്ജമാണ്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം
ഇവിടേക്ക് കൂടുതൽ വാഹനങ്ങൾ എത്തിയാൽ അതുണ്ടാക്കാനിടയുള്ള ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് നിയന്ത്രണ വിധേയമായിട്ട് മാത്രമേ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഉൾപ്പെടെ വാഹനങ്ങൾ കയറ്റിവിടുകയുള്ളൂ എന്നാണ് കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുമായി നഗരത്തിലേക്ക് എത്തുന്നവർ അത് കൃത്യമായി പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലം നേരത്തെ തന്നെ കണ്ടുവെക്കണം. കാരണം ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഫില്ല് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളുണ്ട്, അതോടൊപ്പം പോലീസ്, മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ, ഇവരുടെയൊക്കെ വാഹനങ്ങൾ ഈ സംവിധാനങ്ങൾക്കകത്ത് തന്നെ പാർക്ക് ചെയ്യേണ്ടതാണ്. അവിടേക്ക് കൂടുതൽ വാഹനങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്ന് ആളുകൾ എത്തിയാൽ സെൻട്രൽ സ്റ്റേഡിയത്തിനോ അല്ലെങ്കിൽ മറ്റ് സമീപത്തുള്ള സ്ഥലങ്ങൾക്കോ അവരെ ആ വാഹനങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ഒരു വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അതിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ വരുന്ന ദിവസം പുറത്തിറങ്ങും. അതോടൊപ്പം KSRTC ബസ് സ്റ്റാൻഡിൽ പ്രത്യേക കൌണ്ടറുകൾ വിവിധ ജില്ലകളിൽ നിന്ന് എത്തുന്നവർക്ക് വേണ്ടി ഈ തിരുവനന്തപുരത്തെ വിവിധ സ്ഥലങ്ങളിലേക്ക്, വേദികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പ്രത്യേകമായി തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും 4-ാം തീയതിയാണ് ഉദ്ഘാടനം വരാനിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ, അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. അവലോകന യോഗങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പുതുവത്സരത്തിൽ ആദ്യവാരത്തിൽ തന്നെ ഈ കലോത്സവത്തിന്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവത്തിന് തിരുവനന്തപുരം ആതിഥ്യമരുളുമ്പോൾ അത് ഈ നാടിന്റെ കലാപ്രതിഭകളുടെ കലാവാസനകൾ മാറ്റിവെക്കാനുള്ള വേദിയായി മാറുമ്പോൾ അത് കേരളത്തിന് മുഴുവൻ ഒരു പ്രതീക്ഷയുടെ പുതുനാമ്പ് കൂടിയായി മാറാൻ പോവുകയാണ്. ശരി ഡാൻ.